സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC 2025 പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത്? ലാഹോർ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1929 ആണ്. 1929 ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു. ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ബന്ധമില്ലാത്തത്. 4. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 1930 മുതൽ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാനാണ് ലാഹോർ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. 1930 ജനുവരി 26 എന്നതാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ പൂർണ്ണ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം: മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയേത് എന്നതാണ് ചോദ്യം. ശരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് KPCC പ്രസിഡന്റായ വർഷം 1939 ആണ്. അതുപോലെ 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1930 ആണ്. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനാരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ചോദ്യം: താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായിട്ടുള്ള ജോഡി ഇവിടെ തന്നിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റലിന്റെ പതനം, റൂസോ, സാമൂഹ്യ കരാർ, സൺ യാറ്റ് സെൻ, റഷ്യൻ വിപ്ലവം, WTO 1995 സ്ഥാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്നതാണ് ചോദ്യം. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. എന്താണ്? 3 മാത്രമാണ്. സൺ യാറ്റ് സെൻ ഇവിടെ തന്നിരിക്കുന്നു. റഷ്യൻ വിപ്ലവം എന്ന ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചൈനീസ് വിപ്ലവവുമായിട്ടാണ് സൺ യാറ്റ് സെൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയേത്? രാജാറാം മോഹൻ റോയ് മിറാത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. നമ്മളോട് ചോദിച്ചിരിക്കുന്നു രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് ശരി ഏത് എന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എന്താണ്? എല്ലാം ശരിയാണ്. ഈ പോയിന്റ്സുകളെല്ലാം പഠിക്കണം. മിറത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയാണ് പേര്. മിറാത്ത് ഉൽ അക്ബർ. ആത്മീയ സഭ സ്ഥാപിച്ചു. ആത്മീയ സഭ.
തുഖ്ഫതുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി ശരിയാണ്. അടുത്തത്, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാക്രമം ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. ഈ 4ഉം നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടേണ്ട, എപ്പോഴും ചോദിക്കുന്ന സംഭവങ്ങളാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. വൈക്കം സത്യാഗ്രഹം 1924. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത് എന്നാണ്? ആദ്യത്തെ പ്രാവശ്യം 1920. മഹാത്മാഗാന്ധി ടോട്ടൽ 5 പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 1920. അപ്പം നമ്മളോട് ഇവിടെ കാലഗണനാ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നു നീലദർപ്പൺ, ദീനബന്ധു മിത്ര, ഹിന്ദ് സ്വരാജ് BR അംബേദ്കർ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി. 1ഉം 3ഉം ശരിയാണ്. 1 ശരിയാണ്, 3 ശരിയാണ്. നീലദർപ്പൺ ആരുടേതാണ്? ദീനബന്ധു മിത്രയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ആരുടേതാണോ? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഹിന്ദ് സ്വരാജ് ആരുടേതാണ്? മഹാത്മാഗാന്ധിജിയുടേതാണ്. ഹിന്ദ് സ്വരാജ് ഗാന്ധിജി. ഇനി തോട്ട്സ് ഓൺ പാകിസ്ഥാൻ BR അംബേദ്കറുടേതാണ്. BR അംബേദ്കർ. അപ്പം നീലദർപ്പൺ ദീനബന്ധു മിത്ര, ഹിന്ദ് സ്വരാജ് ഗാന്ധിജി, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ BR അംബേദ്കർ. ഗ്രാനൈറ്റ് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ്. ഓപ്ഷൻ സി ആണ്. ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. അടുത്ത ചോദ്യം, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഓപ്ഷൻ ബി ആണ്. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ. ഇന്ദ്രാവതി, ശബരി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കൊല്ലം മുതൽ ഇപ്പോൾ അത് കോഴിക്കോട് വരെയുണ്ട്. കോഴിക്കോട്. അടുത്തത്, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ്. ഹൈദരാബാദ് ആണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC ആസ്ഥാനം ഹൈദരാബാദ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഓപ്ഷൻ സി ആണ്. ഹർമാറ്റൻ ആണ്. ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാറ്റൻ. അടുത്ത ചോദ്യം, ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ലഘൂകരണം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ ഇപ്പോഴത്തേത് സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ്. വരുമാന നികുതി. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം വരുമാന നികുതി. നബാർഡ് സ്ഥാപിതമായ വർഷം? നബാർഡ്. ഓപ്ഷൻ സി ആണ്. 1982 നബാർഡ് സ്ഥാപിതമായത്. 1982. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി ആണ്.
അജയ് ബംഗയാണ്. അജയ് ബംഗ, ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത് ഓപ്ഷൻ സി 1981 1981 ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത്. സുവർണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം ഓപ്ഷൻ എ ആണ് ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന അളക്കുന്ന സൂചികയാണ് ഓപ്ഷൻ സി ആഗോള രോഗഭാരം. ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയമാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരി. സ്വകാര്യതയ്ക്കുള്ള അവകാശം, ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം എന്നിവ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും ശരിയായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രകാരം. ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക് ആണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആണ്. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇതേപോലെ തന്നെ ഓർത്തു വയ്ക്കണം. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. എസ്റ്റിമേറ്റ് കമ്മിറ്റി. എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. സെൻട്രൽ വിസ്ത ഓപ്ഷൻ ബി ആണ്. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനം എന്നാണ്. നവംബർ 26 ഭരണഘടനാ ദിനം. നവംബർ 26. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടന പദവി നൽകിയ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടന പദവി നൽകിയ കമ്മിറ്റി ഏതാണ്? തുങ്കൻ കമ്മിറ്റിയാണ്. തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടന പദവി നൽകിയത് തുങ്കൻ കമ്മിറ്റിയാണ്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. പദ്ധതിയുടെ പേര് കരുത്ത്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. പദ്ധതിയുടെ പേര് കരുത്ത്. താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 5 വർഷമാണ്. ചോദിച്ചിരിക്കുന്നത് യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നാണ്. യോജിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 2 മാത്രം. 1, 2.
ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ശരിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 5 വർഷമാണ് എന്ന്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ആകുന്നത് വരെ. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് ആകുന്നത് വരെ. ഏതാണോ ആദ്യം അത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ എ ആണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പരിസ്ഥിതി വകുപ്പ് മന്ത്രി. നിങ്ങൾക്കായിട്ട് ഇന്നത്തെ ഒരു ചോദ്യം, ഇപ്പോഴത്തെ കേരള സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആര് എന്ന് കമന്റ് ചെയ്യുക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകുവാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിന് ഉണ്ട്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണം. 15 ദിവസം. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പൃഥ്വിരാജാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനാരായിരുന്നു? പൃഥ്വിരാജ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാമാണ്. ഈ പോയിന്റുകളെല്ലാം നോക്കുക. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്ലാസ്മോഡിയം ഓപ്ഷൻ ഡി ആണ്, സ്പോറോസോവയാണ്. സ്പോറോസോവ. മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം സ്പോറോസോവയാണ്. അടുത്തത്, രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്നത് ജനിതക രോഗമാണ്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം പാർക്കിൻസൺസ് രോഗം. ഡോപ്പമിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് ഓപ്ഷൻ ബി, പാർക്കിൻസൺസ് രോഗം. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്?
ഓപ്ഷൻ എ ആണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയുടെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി അക്രോമെഗലി. എന്തിന്റെ അമിതോൽപാദനം? സൊമാറ്റോട്രോപ്പിന്റെ അമിതോൽപാദനം മൂലം. രോഗം അക്രോമെഗലി. ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്, ആസാമാണ്. ഓപ്ഷൻ ബി ആസാം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം, സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം, ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സന്റേതാണ്. റേച്ചൽ കാഴ്സൺ. പ്രതിപാദ്യ വിഷയം DDT ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. വിസ്കസ് ബലം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? റിയർ വ്യൂ മിറർ കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. സ്ഥിതികോർജം, സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. തന്നിരിക്കുന്ന അമർത്തിയ സ്പ്രിങ്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉമാണ് സ്ഥിതികോർജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര്? ഓപ്ഷൻ ബി ആണ് പുഷ്പക് ആണ്. പുഷ്പക്. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ് പുഷ്പക്. ഇതിലേതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം? ആദ്യത്തേത് ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലോട്ട് പോകുന്തോറും ലോഹഗുണം എന്ത് സംഭവിക്കുന്നു? ലോഹഗുണം കുറയുന്നു. അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് അസിറ്റിക് ലവണം. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കഫീൻ. താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് ജലമൈസാകുന്ന പ്രക്രിയ. ഇലകൾ കത്തിക്കുന്നത്, മുന്തിരിയുടെ അഴുകൾ, പുതുതായിട്ട് മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത് ജലമൈസാകുന്ന പ്രക്രിയ. ഇതിൽ രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ജലമൈസാകുന്ന പ്രക്രിയയാണ്. അടുത്തത്, വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഖസാക്കിന്റെ ഇതിഹാസം. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഓപ്ഷൻ സി ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ കൃതിയാണ്? മാധവ് ഗാഡ്ഗിലിന്റെ കൃതിയാണ്. ഇതിന് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? 3ാം സ്ഥാനം. ഓപ്ഷൻ ഡി ആണ് ജപ്പാനാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്നത് ജപ്പാൻ.
തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധമായ ആദ്യത്തെ പത്രമാണ് കേരള ചന്ദ്രിക. കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം എന്നാണ്? സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13 ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്? ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ. അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന യാഹൂ, സഫാരി, ഗൂഗിൾ, ബ്ലിങ്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ് സഫാരി. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര്? ഓപ്ഷൻ ബി ഇ-സേവനം. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ പ്രതിപാദിക്കുന്നു? 66F സൈബർ ഭീകരത. 2025 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടി വരുന്ന സമയപരിധി? ഓപ്ഷൻ എ ആണ്. അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. 48 മണിക്കൂർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്ര? ഓപ്ഷൻ സി ആണ് 5 മാസം. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമത്തിന്റെ വകുപ്പുകളിൽ പെട്ടതാണ്? പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലിസ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹികാതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4. ഈ 4 പ്രസ്താവനകളും ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോണോഗ്രാഫിക് ചിത്രങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അഥവാ OCR ഏത്? ഓപ്ഷൻ ഡി ആണ് 4 ശരിയായിട്ടുള്ള ഉത്തരം. സ്കാൻ ചെയ്ത ഡോക്യുമെന്ററികളിൽ നിന്ന്
ഡോക്യുമെൻറ്റുകളിൽ നിന്ന് അച്ചടിച്ചതും കൈയെഴുത്തുള്ളവയുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ് OCR അഥവാ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോകസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാം. ലോകസഭയിൽ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേര് ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റു 5 പേര് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തേത് ശരിയല്ല എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഇന്ത്യൻ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. ഓപ്ഷൻ സി ശതവാഹനന്മാർ. ഇന്ത്യൻ ഭൂദാന പ്രസ്ഥാനത്തിന് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ കോളത്തിൽ തന്നിരിക്കുന്നു വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം, പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. ഇവിടെ തന്നിരിക്കുന്നു കുറിച്യ കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. കുറിച്യ കലാപം നടന്ന വർഷം 1808 വേലുത്തമ്പിയുടെ കലാപം 1808, 1809 കാലയളവിലാണ് വേലുത്തമ്പിയുടെ കലാപം. ആറ്റിങ്ങൽ കലാപം 1721. പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793, 1797 കാലയളവിലാണ്. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800, 1805 കാലയളവിലാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 3, 4, 2, 1. 3, 4, 2, 1. ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പിയുടെ കലാപം, കുറിച്യ കലാപം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പം ബന്ധമില്ലാത്തതാണ് കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക എന്നത്. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നിവ നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. പ്രിൻസെപ്പ് അഗസ്റ്റസ് സീസറാണ്. അഗസ്റ്റസ് സീസർ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഓപ്ഷൻ ബി ആണ്. പമ്പ നദിയാണ്. പാമ്പാർ, ഭവാനി, കബനി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നീർമഹൽ രുദ്രസാഗർ തടാകത്തിലാണ്. രുദ്രസാഗർ തടാകം. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ. ഓപ്ഷൻ സി ആണ്. ശിലാവൽക്കരണം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം ദേശീയപാത 1 ദേശീയപാത 1.
ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നു. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 4 ലക്ഷം വരെയുള്ള ഒരു വരുമാനത്തിന് നികുതിയില്ല. അതുപോലെ 4 മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി എന്നിവയെല്ലാം GST ലയിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ ആണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. അമർത്യ സെൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. തന്നിരിക്കുന്ന യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1, 2, 3 എന്നിവ എന്താണ്? ശരിയാണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള എന്താണ്? നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം എന്നിവ ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടന ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. ബിയും സിയും ഡിയും എന്താണ്? ശരിയാണ്. ഈ പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത്, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. അതിർത്തി നിർണയ കമ്മീഷനാണ്. അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 42ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ. ശരിയായത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബിയും ഡിയും എന്താണ്? ശരിയാണ്. ബി, ഡി എന്നിവ ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. 42ാം ഭേദഗതി.
ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 243 ഡി ആണ്. അനുച്ഛേദം 243 ഡി. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നു. മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹവും വിവാഹമോചനവും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബി, ഇ, ജി എന്നിവ ശരി. ബി, ഇ, ജി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ: മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും. ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം, അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4, 3, 1, 2. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം: പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നത് മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 4, 1, 3 ശരി. മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നോക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക. ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായം ആണിത്? ഗ്രാൻവിൽ ആൻസ്റ്റീൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3 എന്നിവ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചാണ്? ഇൻവെസ്റ്റ് കേരള നടന്നത് എവിടെ വെച്ചാണ്? ബോൾഗാട്ടി. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1996
AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവ സ്ത്രീകൾ ആയിരിക്കണം. M. കമലം ആയിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി ആയിരുന്നു. സുഗതകുമാരി. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നത് സുഗതകുമാരി. 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ശരിയാണ്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവ സ്ത്രീകളായിരിക്കണം. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. അടുത്തത്, സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സ്നേഹസാന്ത്വനം. മിഠായി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ്. വയോമിത്രം എന്നത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിട്ടുള്ള പരിരക്ഷയാണ്. അടുത്തത്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ ബി ആണ്. സിറം. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി. മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ട്രിപ്സിൻ. റൈബോഫ്ലാവിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം ഏത്? റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ജീവകം B2 ആണ്. ജീവകം B2 റൈബോഫ്ലാവിൻ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത് മലമ്പനിയാണ്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഇപ്കയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഇപ്ക ഡൽഹി. ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രവ്യവുമായിട്ട് എന്ത് ബന്ധമില്ല? ബന്ധം ഇല്ല. പാലായന പ്രവേഗം. 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജം എത്രയായിരിക്കും? ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജം ഓപ്ഷൻ ബി ആണ്. E/4. അടുത്തത്, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? ഓപ്ഷൻ എ ആണ് 10 കിലോഗ്രാം. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഗഗൻയാൻ. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായത്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ആണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ എന്താണ്? ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ആണ്. അടുത്തത്, ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കനോജനുകൾ, ഹാലോജനുകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ, ലാന്തനൈഡുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 മൂലകങ്ങളാണ്.
ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ ഗാഢത 100 മടങ്ങ് വർദ്ധിപ്പിക്കുമ്പോൾ pH മൂല്യം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു. pH പേപ്പർ ഉപയോഗിച്ച് 1-14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. മനുഷ്യരക്തം ദുർബല ആസിഡ് സ്വഭാവം കാണിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചോദിച്ചിരിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് 2 മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പ്രതീകം ON എന്നാണ്. അറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേര് ഓർഗനൈസൺ എന്നാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. ഓർഗനൈസറിന്റെ പ്രതീകം എന്താണ്? OG ആണ്. OG. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷാ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A, C എന്നിവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? മാണിക്യക്കല്ലായി, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. A, B, D എന്നിവ. A, B, D. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. വളർത്തുമൃഗങ്ങൾ MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. അടുത്ത ചോദ്യം, 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. റൺ വേട്ടയിൽ 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. A, B, C എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയായിട്ടുള്ളത്. ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാളം സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ്. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3ാം സ്ഥാനമാണ് നേടിയത്. തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആതിഥേയരായ ചൈന ഡി മാത്രം. ആതിഥേയരായ ചൈന 3ാം സ്ഥാനമാണ് നേടിയത് എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന.